മറവി രോഗമുള്ള തൻ്റെ അമ്മേനെ കാണാതായിട്ട് കണ്ടു കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മകൻ്റെ ഒരു റിയാക്ഷനാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ആളുകൾക്ക് അത് നെഗറ്റീവ് അടിക്കാൻ തോന്നി. കുറേ പേര് നെഗറ്റീവ് അടിച്ച് പ്രഹസനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, എൻ്റെ അച്ഛൻ്റെ അമ്മാമ്മ ഇപ്പം ഇല്ല, മരിച്ചുപോയി, തങ്കമ്മാമ്മ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മാമ്മയ്ക്ക് ഇതേ ഒരു അസുഖമായിരുന്നു, മറവി രോഗമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അമ്മാമ്മ ഒരു പെട്ടിയെടുത്ത് അങ്ങോട്ട് പോകും. പിന്നെ അമ്മമ്മേനെ കണ്ടെത്തലാണ് നമ്മുടെ പരിപാടി, പ്രധാന പരിപാടി. അന്ന് എനിക്ക് യമഹയുടെ ഒരു ക്രക്സർ എന്ന് പറഞ്ഞൊരു യമഹ ക്രക്സർ എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടി അത് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും. ചാലക്കുടി മൊത്തം ഞങ്ങളുടെ സുരഭി തിയേറ്ററിൻ്റെ അതിൽ കൂടെ കറങ്ങി മാർക്കറ്റ് റോഡ് വഴി കറങ്ങി വരുമ്പോൾ അമ്മാമ്മ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കണ്ടായിരിക്കും. ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് എവിടേക്കാണ് പോകണ്ടേ? അപ്പം അമ്മമ്മയുടെ മൈൻഡിൽ പട്ടാമ്പി എന്നുള്ള സ്ഥലം മാത്രമാണ് ഉള്ളത്. അതായത് അച്ചാച്ചൻ്റെ വീട് പട്ടാമ്പി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മമ്മ എപ്പോഴും പട്ടാമ്പി എന്നുള്ളൊരു ഒരു സ്ഥലപ്പേര് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ വിചാരിക്കും, ചാലക്കുടിയിൽ നിന്ന് പട്ടാമ്പി നല്ല ഓട്ടം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ വരണേ. അപ്പോൾ ഞാനും അനിയൻ ശ്രീരാഗ്, അച്ഛൻ്റെ അനിയൻ്റെ മോനാണ്. അപ്പോൾ ഞങ്ങൾ അമ്മമ്മേനെ കാണുമ്പോൾ, ചേട്ടാ ഓട്ടമൊന്നും പോകണ്ട, നേരെ ഞങ്ങളുടെ പിന്നാലെ വന്നോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നാലെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കും. അപ്പോഴും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒരു റിയാക്ഷൻ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കാരണം ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഓർമ്മയൊന്നും ഇല്ലാതെ, സ്വന്തം പേര് പോലും ഓർമ്മയില്ലാതെ, അവരുടെ മനസ്സിൽ ഇപ്പോഴത്തെ വീടല്ല പണ്ടത്തെ വീടിൻ്റെ ഓർമ്മയായിരിക്കും. അപ്പോൾ അവരങ്ങനെയാണ് വീട് ഇതല്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പോകുന്നത്. അപ്പോൾ പ്രായമായി കഴിയുമ്പോൾ മിക്ക ആളുകൾക്കും വരുന്ന ഒരു അസുഖമാണത്. ഓർമ്മ നഷ്ടപ്പെട്ട് സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്തൊരവസ്ഥ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയായിരുന്നു. ചിലപ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം ഒരു പേരക്കുട്ടിയായ എന്നെ പോലും അമ്മയ്ക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. എൻ്റെ ചെറുപ്പത്തിലുള്ള ആ ഒരു മുഖമായിരിക്കാം അമ്മമ്മയുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഈ റിയാക്ഷൻ കണ്ടിട്ട് അത് ഒരു പ്രഹസനമാണ് എന്ന് കമൻ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ഒരു യഥാർത്ഥ ഫീൽ എന്താണെന്നുള്ള കാര്യം. ഈ അമ്മേനെ കാണാതായിട്ട് കണ്ടു കിട്ടിയപ്പോൾ ഈ മകൻ ഇങ്ങനെ കരണമെങ്കിൽ ആ അമ്മ അത്രയും ഭാഗ്യം ചെയ്തൊരു അമ്മയായിരുന്നിട്ടായിരിക്കണമല്ലോ.